ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു മിഡ് ലെവൽ ബഡ്ജറ്റിൽ നമുക്ക് മേടിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ലാപ്ടോപ്പാണ്. അപ്പോൾ നമുക്ക് കണ്ടന്റ് ക്രിയേഷൻ ആയാലും അതുപോലെ തന്നെ ഗെയിമിംഗ് സ്ട്രീമിംഗ് ആയാലും ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ലാപ്ടോപ്പാണ് ഇത്. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പ് ഞാൻ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തതെന്നുള്ളത് എൻ്റെ ഒരു കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ആ ഷോപ്പ് ഉൾപ്പെടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി കാണാവുന്നതാണ്. സോ നമുക്ക് നേരെ എന്തായാലും നമ്മൾ ആ ലാപ്ടോപ്പ് അൺബോക്സിങ്ങിലോട്ട് പോകും. സോ അത് തന്നെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ 135 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് കിട്ടുന്നത്. സോ അതിനോടൊപ്പം തന്നെ ചാർജറിൻ്റെ പവർ കോഡ് കിട്ടുന്നുണ്ട്. സോ അടുത്തത് നമ്മളുടെ ലാപ്ടോപ്പാണ്. സോ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് പേപ്പേഴ്സ് കിട്ടുന്നുണ്ട്, ഒരു സെറ്റപ്പ് ഗൈഡ് കിട്ടുന്നുണ്ട്, പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് വാറണ്ടി കാർഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏസറിൻ്റെ ലാപ്ടോപ്പ് ഇൻ്റർനാഷണൽ വാറണ്ടി ഉള്ളതാണ്. സോ അതിൻ്റെ ഇൻ്റർനാഷണൽ വാറണ്ടി കാർഡാണ് നമുക്ക് അതിൻ്റെ കൂടെ കിട്ടുന്നത്. നമുക്ക് ഇൻ്റർനാഷണൽ വാറണ്ടി 1 ഇയർ ലാപ്ടോപ്പിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ 2 വർഷത്തേക്ക് നമുക്ക് ഇതിൻ്റെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. അറൗണ്ട് ഒരു 2500 രൂപയാണ് അത് വരുന്നത്. പക്ഷേ അത് ഇൻ്റർനാഷണൽ വാറണ്ടി ആയിരിക്കത്തില്ല, അതിൻ്റെ കൂടെ കിട്ടുന്നത് 1 ഇയർ മാത്രമാണ് ഇൻ്റർനാഷണൽ വാറണ്ടി. സോ അടുത്ത നമ്മുടെ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ഔട്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞേക്കുന്നത് നോക്കാം. സോ ലാപ്ടോപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കെൻസിംഗ്ടൺ ലോക്ക് വരുന്നുണ്ട്, പിന്നെ ഒരു ഇഥർനെറ്റ് പോർട്ട് വരുന്നുണ്ട്, അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് HDMI പോർട്ട് വരുന്നുണ്ട്, പിന്നെ ടൈപ്പ് C തണ്ടർബോൾട്ട് പോർട്ട് വരുന്നുണ്ട്, പിന്നെ 2 USB പോർട്ട് കൂടി വരുന്നുണ്ട്. സോ അടുത്ത നമ്മളെ ലാപ്ടോപ്പിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്, പിന്നെ ഒരു USB പോർട്ട് വരുന്നുണ്ട്, പിന്നെ LED ഇൻഡിക്കേഷൻസ് വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് പവർ പ്ലഗിനുള്ള പോർട്ട് കൂടി വരുന്നുണ്ട്. അടുത്ത നമ്മളെ ലാപ്ടോപ്പിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ബോട്ടം 2 സ്പീക്കേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ 2 എക്സോസ്റ്റ് ഫാൻസും വരുന്നുണ്ട്. ഒന്ന് ഗ്രാഫിക്സ് കാർഡിൻ്റെയും മറ്റത് നമ്മളുടെ പ്രൊസസ്സറിൻ്റെയാണ്. സോ അടുത്ത ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് ഇതിൻ്റെ ബോഡി അവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ലെഡിൻ്റെ ബാക്ക് സൈഡിൽ അത്യാവശ്യം സ്റ്റൈലിഷായ ലുക്കിൽ ആസ്പയർ എന്ന് വളരെ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. സോ അടുത്ത എന്തായാലും നമുക്ക് നമ്മളെ ലാപ്ടോപ്പ് ഒന്ന് തുറന്ന് ഓണാക്കി നോക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്തായാലും ലാപ്ടോപ്പിൻ്റെ ഫസ്റ്റ് ബൂട്ടിലോട്ട് പോകാം. അപ്പോൾ ബൂട്ട് ടൈമൊക്കെ വളരെയധികം ഫാസ്റ്റാണ്. കാര്യം ഇതിനകത്ത് M.2 NVMe SSD ആണ് വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 10 to 12 സെക്കൻഡ്സ് മാത്രമേ ലാപ്ടോപ്പ് ഓൺ ആവാനും ഓഫ് ആവാനും എടുക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ലാപ്ടോപ്പിനകത്ത് Windows 11 പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്താൽ നമുക്കിവിടെ ആസ്പയർ എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ കിട്ടുന്ന ഫുൾ സൈസ് കീബോർഡാണ്. പക്ഷേ ഒരുപാട് വലിയ കീ ക്യാപ്സ് ഒന്നുമില്ല, ഒരു ചെറിയൊരു ആവറേജ് രീതിയിലുള്ള കീ ക്യാപ്സ് ആണ്. ബട്ട് നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കീ ക്യാപ്സ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ബോഡിയിൽ ഈ ഒരു ഫ്രണ്ട് സൈഡിൽ തന്നെ AMD Ryzen 5000 സീരീസിൻ്റെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്, പിന്നെ NVIDIA GTX GeForceൻ്റെ ഒരു സ്റ്റിക്കറും വരുന്നുണ്ട്. പിന്നെ ലാപ്ടോപ്പിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നാരോ ബെസൽ, അതുപോലെ തന്നെ ഫുൾ HD ബാക്ക്ലൈറ്റ് കീബോർഡാണ്. Wi-Fi 6 ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്, പിന്നെ HDMI സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേയുടെ മറ്റൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഒരു 180 ഡിഗ്രിയിൽ ഫ്ലെക്സിബിളായ രീതിയിൽ നമുക്ക് ഈ ഒരു സ്ക്രീൻ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അത് ഒരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ കിട്ടുന്നത്. സോ അടുത്ത് നമുക്ക് എന്തായാലും ഈ ഒരു ലാപ്ടോപ്പിൻ്റെ സ്പെസിഫിക്കേഷനിലോട്ട് പോകാം. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് AMDയുടെ Ryzen 5000 സീരീസിൻ്റെ 5500U എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. അടുത്തതിനകത്ത് യൂസ് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് NVIDIയുടെ GTX 1650 4GB ഗ്രാഫിക്സ് കാർഡാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന റാം എന്ന് പറയുന്നത് 8GB DDR4 3200 MHz റാമാണ്. അടുത്തതിനകത്ത് വരുന്ന സ്റ്റോറേജ് എന്ന് പറയുന്നത് 512GBയുടെ NVMe SSD ആണ് ഇതിനകത്ത് ഇൻബിൽഡ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് U സീരീസ് പ്രൊസസ്സറാണ് വരുന്നത്. U സീരീസ് പ്രൊസസ്സർ മെയിൻലി വരുന്നത് ഓഫീസ് ലാപ്ടോപ്സിനാണ്. ഗെയിമിംഗ് ലാപ്ടോപ്പിന് വരുന്നത് H സീരീസ് പ്രൊസസ്സറാണ്. അതായത് നമ്മൾ Ryzen 5600H അല്ലെങ്കിൽ 4600H അങ്ങനെ വരുന്ന പ്രൊസസ്സറൊക്കെയാണ് ഗെയിമിംഗ് ലാപ്ടോപ്പിനൊക്കെ വരുന്നത്. അപ്പോൾ ഇത് ഓഫീസ് ലാപ്ടോപ്പിൽ വരുന്ന പ്രൊസസ്സറാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ അണ്ടർവോൾട്ട് ചെയ്തേക്കുന്ന ഒരു മൊബൈൽ സീരീസിൽ വരുന്ന പ്രൊസസ്സറാണെന്ന് വേണമെങ്കിൽ പറയാം. മറ്റേതൊക്കെ ഒരു ഡെസ്ക്ടോപ്പ് ലെവലിൽ പെർഫോം ചെയ്യുന്നതായിരിക്കും H സീരീസ് പ്രൊസസ്സർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് അവർ കുറയ്ക്കാനുള്ള കാര്യം U സീരീസ് പ്രൊസസ്സർ ആയതുകൊണ്ട് ഒരു പ്രൈസ് കുറച്ച് കുറയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു 6 കോർ 12 ത്രെഡ് പ്രൊസസ്സറാണ്. ഇതിൻ്റെ ബേസ് ക്ലോക്ക് വരുന്നത് 2.1 GHz, ബൂസ്റ്റ് ക്ലോക്ക് വരുന്നത് 4.0 GHz ആണ്. ഇതൊരു 7 നാനോമീറ്റർ പ്രൊസസ്സറാണ്. ഇതൊരു U സീരീസ് പ്രൊസസ്സർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പവർ കൺസപ്ഷൻ വളരെയധികം കുറവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡീഫോൾട്ട് വോൾട്ടേജ് ഈ ഒരു ലാപ്ടോപ്പിൽ അവർ യൂസ് ചെയ്യുന്നത് പൊതുവേ 15 വാട്ട് ആയിരിക്കും. മിനിമം വോൾട്ടേജ് യൂസ് ചെയ്യുന്നത് 10 വാട്ട് ആയിരിക്കും. മാക്സിമം ലോഡ് എടുക്കുന്നത് 25 വാട്ട് ആയിരിക്കും. സോ അടുത്ത നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 15.6 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ആൻറ്റി ഗ്ലെയർ ഡിസ്പ്ലേ ആണ് വരുന്നത്.
60 Hz ആണ് റീഫ്രഷ് റേറ്റ് വരുന്നത്. ബ്രൈറ്റ്നസ് വരുന്നത് 250 നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ് വരുന്നത്. IPS LCD ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ കണ്ടന്റ് ക്രിയേഷനൊക്കെ പറ്റിയ ഡിസ്പ്ലേ ആണ്. അതായത് നമ്മൾ കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ വളരെയധികം കറക്റ്റ് റേഷ്യോ ആയിരിക്കും നമുക്ക് കളർ പ്രൊഡക്ഷനൊക്കെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ കീബോർഡ് ബാക്ക്ലിറ്റ് കീബോർഡാണ്. അപ്പോൾ സിംഗിൾ കളറാണ്, RGB ഒന്നുമല്ല, സിംഗിൾ കളർ ബാക്ക്ലിറ്റ് കീബോർഡാണ് വരുന്നത്. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെവലൊന്നുമില്ല, ഒറ്റ ലെവൽ മാത്രമേ ഉള്ളൂ. സോ അടുത്ത ഈ ഒരു ലാപ്ടോപ്പിൽ നമുക്ക് 720p HD ബേസിക് വെബ് ക്യാമാണ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. സോ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ട് വെബ് ക്യാം യൂസ് ചെയ്താണ് ഞാൻ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഇന്റേണൽ മൈക്ക് യൂസ് ചെയ്താണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. എൻ്റെ ഒരു ആസ്പെക്ട് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള വളരെ ലോ ക്വാളിറ്റി ആയിട്ടാണ് തോന്നിയിട്ടുള്ള ഈ ഒരു ക്യാമറയിൽ. സോ അടുത്ത ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഓഡിയോ ക്വാളിറ്റിയിലോട്ട് പോവുകയാണെങ്കിൽ ഇതിനകത്ത് ഡോൾബി അറ്റ്മോസ് ഇൻബിൽഡ് വരുന്നുണ്ട്. സോ എന്തായാലും നമുക്ക് അടുത്ത ഇതിൻ്റെ സ്പീക്കർ ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യാം. സോ അടുത്ത എന്തായാലും നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ പെർഫോമൻസ് മോഡിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് സിനെബെഞ്ച് R23യുടെ സ്കോർ എത്രയാണെന്ന് നോക്കാം. സിംഗിൾ സ്കോറും മൾട്ടി സ്കോറും എത്രയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ബെഞ്ച് മാർക്ക് റൺ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സിംഗിൾ സ്കോർ കിട്ടുന്നത് 913 ആണ്. മൾട്ടി സ്കോർ കിട്ടുന്നത് 7078 ആണ് മൾട്ടി സ്കോർ കിട്ടുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബെറ്റർ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ലാപ്ടോപ്പ് അതായത് മൊബൈൽ പ്രോസസ്സറാണ്, അതായത് U സീരീസിലുള്ള പ്രോസസ്സറാണ് വരുന്നതെങ്കിൽ പോലും നമുക്ക് ഒരു ബെസ്റ്റ് സ്കോർ തന്നെയാണ് നമുക്ക് സിനെബെഞ്ച് R23യിൽ കിട്ടുന്നത്. സോ അടുത്ത ഈ ഒരു ലാപ്ടോപ്പിൻ്റെ അപ്ഗ്രേഡബിലിറ്റി ഓപ്ഷൻസ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ഡ്രോബാക്ക് ആയിട്ട് വേണമെങ്കിൽ പറയാം. കാര്യം ഇതിനകത്ത് ഇൻബിൽഡ് 512GB NVMe SSD ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഹാർഡ് ഡിസ്ക് സ്ലോട്ടൊന്നും വരുന്നില്ല. അഡീഷണൽ നമുക്ക് സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വളരെയധികം കുറവാണ്. വേറെ ഒരു സ്ലോട്ടും കൊടുത്തിട്ടില്ല, ഒറ്റ സ്ലോട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു 512GB NVMe മാറ്റിയിട്ട് വേണമെങ്കിൽ 1TB NVMe ഇതിനകത്ത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു വലിയൊരു ഡ്രോബാക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ റാമിൻ്റെ അപ്ഗ്രേഡബിലിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം 32GB വരെ ഇതിനകത്ത് റാം അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. 2 റാം സ്ലോട്ടാണ് ഇതിനകത്ത് ഇൻബിൽഡ് വരുന്നത്. ഓൾറെഡി ഒരു റാം സ്ലോട്ട് ഒക്യുപ്പൈഡ് ആണ്, ഇതിനകത്ത് 8GB ഇൻബിൽഡ് വരുന്നുണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് 16GBയുടെ റാം ഇതിനകത്ത് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. സോ അടുത്ത എന്തായാലും നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസിലോട്ട് പോകാം. സോ ആദ്യം തന്നെ നമ്മളോട് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഗെയിം എന്ന് പറയുന്ന വാലറന്റ് ആണ്. എല്ലാം ഹൈ സെറ്റിംഗ്സിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഗെയിം റൺ ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 80 to 90 FPS വരെ കിട്ടുന്നുണ്ടായിരുന്നു. സോ അടുത്തൊരു ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഗെയിം എന്ന് പറയുന്നത് ബയോമ്യൂട്ടൻ്റ് ആണ്. അപ്പോൾ ബയോമ്യൂട്ടൻറ്റും ഓൾമോസ്റ്റ് ഹൈ സെറ്റിങ്സിൽ തന്നെയാണ് ഗെയിം റൺ ചെയ്തിരിക്കുന്നത്. അറൗണ്ട് ഒരു 45 to 50 എബോവ് FPS വരെ ഗെയിമിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന മൂന്നാമത്തെ ഗെയിം എന്ന് പറയുന്നത് ഡേയ്സ് ഗോൺ ആണ്. അപ്പോൾ ഡേയ്സ് ഗോണും ഹൈ സെറ്റിങ്സിൽ തന്നെയാണ് റൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗെയിമിലും എബോവ് 60 FPS ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ്. കാര്യം ഒരു ഹൈ ലെവൽ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ഗ്രാഫിക്സ് ഉള്ള ഒരു ഗെയിമാണ് ഡേയ്സ് ഗോൺ. അപ്പോൾ അതിൻ്റെ ഹൈ സെറ്റിങ്സിൽ തന്നെ നമുക്ക് എബോവ് 60 FPS ലഭിച്ചിട്ടുണ്ടായിരുന്നു.
ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ബാറ്ററി ബാക്കപ്പ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 9 hours വരെ എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കാഷ്വൽ യൂസിലാണ്. ഗെയിമിങ്ങിലാണെങ്കിൽ അറൗണ്ട് ഒരു 3 hours മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഓവറോൾ ഈ ഒരു ലാപ്ടോപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് മാത്രമല്ല, ഇതിനകത്ത് ഓഫീസ് ലുക്സും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓഫീസ് പ്രോസസ്സറാണ് ഇതിനകത്ത് വരുന്നത്, യു സീരീസിലുള്ള പ്രോസസ്സറാണ് വരുന്നത്. അപ്പോൾ ഇത് ഓഫീസ് പ്ലസ് ഗെയിമിംഗ് ലാപ്ടോപ്പ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. ഒരു പ്രൊഫഷണൽ ലാപ്ടോപ്പും അതുപോലെ തന്നെ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പും രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ലാപ്ടോപ്പാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഒരു പ്രൊഫഷണൽ ആൻഡ് സിമ്പിൾ ലുക്കാണ് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ കിട്ടുന്നത്. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതല്ല, നിങ്ങൾക്ക് എച്ച് സീരീസിൽ വരുന്ന പ്രോസസ്സർ വരുന്ന ഒരു ലാപ്ടോപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാര്യം നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റിൽ, അതായത് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് 55,000 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒരു 5,000 രൂപ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ്ലി ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് മേടിക്കാനായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അതല്ല, നിങ്ങൾക്ക് ഒരു മിഡ് ലെവൽ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് അത്യാവശ്യം ചെറിയ രീതിക്കുള്ള കണ്ടന്റ് ക്രിയേഷനും അതുപോലെ തന്നെ ചെറിയ രീതിക്കുള്ള സ്ട്രീമിംഗ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു ലാപ്ടോപ്പ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. കാര്യം ഒരു മിഡ് ലെവലിൽ ഏറ്റവും ബീസ്റ്റ് പെർഫോമൻസ് ആണ് ഈ ഒരു ലാപ്ടോപ്പ് തരുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പ് കണ്ണുടച്ച് മേടിക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും.